ഏഷ്യൻ ആഫ്രിക്കൻ രക്തഗ്രൂപ്പുകളല്ല കൊക്കേഷ്യൻ രക്തഗ്രൂപ്പ്. വ്യത്യാസമുണ്ട്. അതിൽ അനിമൽ കണ്ടന്റ് കൂടുതലാണ്. മനസ്സിലാണ്ട് പറഞ്ഞത് കൊക്കേഷ്യൻ രക്തഗ്രൂപ്പിൽ കൂടുതലാണ്. ഇതൊക്കെ വലിയ പഠനത്തിന് വിധേയമാക്കേണ്ടതുണ്ട്. ഇപ്പോൾ അത് പഠിക്കണം. പണ്ടത് പഠിക്കേണ്ടതില്ല, ഇപ്പൊ അത് പഠിക്കണം. ദജ്ജാൽ ആരാണ്? ഈ ദജ്ജാൽ ആദമിന്റെ മകനോ? സാധ്യത കുറവാണ്. എന്തുകൊണ്ട്? മാ മിൻ നബിയിൻ ഇല്ലാ ഹുവ അൻദറ ഖൗമഹു അനിൽ അഅ്വരിൽ കദ്ദാബ്. ഈ കള്ളനായ ഒറ്റക്കണ്ണനെ കുറിച്ച് ഭയപ്പെടുത്തി പറയാത്ത ഒരു നബിയുമില്ല, അപ്പൊ ആദമുമില്ല. പിന്നെയൊക്കെ കുറെ കാലം കഴിഞ്ഞിട്ട് കുഴപ്പമുണ്ടായി. അപ്പൊ പിന്നെ ദജ്ജാലിനെ അകത്തോട്ട് ഫിത്നായി ഇറക്കാൻ തുടങ്ങി. അങ്ങനെയല്ല. മാ മിൻ നബിയിൻ, ഹബീബ നബി പറയാ, മാ മിൻ നബിയിൻ, ഒരു നബിയുമില്ല ഇല്ലാ ഹുവ അൻദറ ഖൗമഹു അനിൽ അഅ്വരിൽ കദ്ദാബ്. ഈ കള്ളനായ ഒറ്റക്കണ്ണിനെ കുറിച്ച് ഭയപ്പെടുത്തി പറയാത്തൊരു നബിയും ലോക ചരിത്രത്തിൽ ഇല്ല എന്ന് മുഹമ്മദ് മുസ്തഫ. യൂറോപ്പിന്റെ പൊതുമനസ്സ് ആക്രമമാണ്. ഇന്ത്യൻ പൊതു മനസ്സ് എന്താ പറയാ, സമാധാനമാണ്. അത് പൗരസ്ത്യ ജനത മുഴുവൻ അങ്ങനെയാണ്. പാശ്ചാത്യ ജനത എന്ന് പറഞ്ഞാൽ ലാഭേച്ഛുക്കളാണ്. ലാഭത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അവർ ലോകത്തൊരു അധിനിവേശം നടത്തിയത്. ലാഭം, അതാണ് അവരുടെ ലക്ഷ്യം, ലാഭം. ഇപ്പൊ മുസ്ലിങ്ങൾ ഒരു രാജ്യത്ത്, മുസ്ലിങ്ങളായാലും ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളായാലും അവർക്ക് രാജ്യത്ത് സൈനികാധിനിവേശം നടത്തേണ്ടി വന്നാൽ ആ രാജ്യത്തെ വിഭവങ്ങളെ ആ രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് ചെലവഴിക്കുക. ഏത് കാലഘട്ടത്തിലും അങ്ങനെയാണ് ചെയ്തത്. അതേസമയത്ത് യൂറോപ്പ് അങ്ങനെയില്ല. ചരിത്രാതീത കാലം മുതലേ യൂറോപ്യൻ മനസ്സെന്ന് പറഞ്ഞാൽ ആ രാജ്യത്തെ സമ്പത്ത് അവർ സ്വന്തം നാട്ടിലേക്ക് കടത്തിക്കൊണ്ടുപോകും. അതാ ചെയ്തത്. അവരെ അടക്കി ഭരിക്കും. അവിടുത്തെ സംസ്കാരങ്ങളും മതങ്ങളും ഒക്കെ നശിപ്പിക്കും, ഇവരുമേൽ അടിച്ചേൽപ്പിക്കും. എത്രയോ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ അവിടുത്തെ ഭാഷ യൂറോപ്യൻ ഭാഷകളാണ്. എത്രയോ രാജ്യങ്ങൾ, ബ്രസീല്, അർജന്റീന, ഈ രാജ്യങ്ങളുടെയൊക്കെ ഭാഷ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ പല രാജ്യങ്ങൾ. ചില രാജ്യങ്ങളുടെ ഭാഷ പോർച്ചുഗീസാണ്, ചില രാജ്യങ്ങളുടെ ഭാഷ ഫ്രഞ്ചാണ്. എങ്ങനെയാ അതൊക്കെ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ, ഡിസ്റ്റൻസ് എത്രയാ? പിന്നെ എന്താ അങ്ങനെ വന്നത്? പോർച്ചുഗീസുകാർ കയറി കൂടിയ രാജ്യങ്ങളിൽ അവരെന്ത് ചെയ്തു? മനസ്സിലായില്ല. ആ രാജ്യങ്ങളെ ഭാഷകളെ അവർ നശിപ്പിച്ചു. ഈ ഭാഷ അടിച്ചേൽപ്പിച്ചു, രീതികൾ അടിച്ചേൽപ്പിച്ചു. അള്ളാഹുവിന്റെ ഒരു നൂറ്റാണ്ടാണ് പോർച്ചുഗീസുകാരോട് കുഞ്ഞാലി മരക്കാന്മാർ യുദ്ധം ചെയ്തത്. ഒരു നൂറ്റാണ്ടാണ്. അതുകൊണ്ട് എന്തുണ്ടായി? പിന്നീട് ഡച്ചുകാർ വന്നപ്പോൾ ഡച്ചുകാർ അവരെ പൂർണ്ണമായി അമർച്ച ചെയ്ത് ഒഴിവാക്കി. ഡച്ചുകാർ അത്ര അപകടകാരികളായിരുന്നില്ല. അപകടകാരികളാണെങ്കിലും പോർച്ചുഗലിനെ പോലെ അപകടകാരികൾ ആയിരുന്നില്ല ഡച്ചുകാർ. ഈ പോർച്ചുഗീസുകാരെ ഒരു നൂറ്റാണ്ട് നമ്മൾ യുദ്ധം ചെയ്തത് എന്തിനാണ്? നമ്മൾ ആരും ഭരിക്കുന്നതിൽ പ്രശ്നമല്ല, നമ്മുടെ സംസ്കാരവും നമ്മുടെ ഭാഷയും എല്ലാം നഷ്ടപ്പെട്ടു. കുഞ്ഞാലി മരക്കന്മാരുടെ ചോരയിലാണ് മലയാള ഭാഷ നിലനിന്നത്. എത്രയോ ചരിത്രകാരന്മാർ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എത്രയോ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുഞ്ഞാലി മരക്കന്മാരുടെ ചോരയാണ്. ആ കുഞ്ഞാലി മരക്കാരന്മാരുടെ ചോര അറബിക്കടലിൽ ചിന്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ മലയാള ഭാഷ ഇന്ന് നിലനിൽക്കുകയില്ല. കുഞ്ഞാലി മരക്കാരെ, അവസാനത്തെ കുഞ്ഞാലി മരക്കാരെ ദൈവമായി ആരാധിക്കുന്ന നാടുകളുണ്ട് ഇന്ത്യയിൽ. തൂത്തുക്കുടിയിൽ ഒരു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ കുഞ്ഞാലിയ. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ കുഞ്ഞാലിയ. എൻ്റെ പുസ്തകം ഉണ്ടല്ലോ, ആ പുസ്തകത്തിലുണ്ട്. എന്നെ കാണിച്ചു. ഉണ്ട്. തൂത്തുക്കുടിയിലെ ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ കുഞ്ഞാലി. എന്തുകൊണ്ട്? ക്ഷേത്രത്തെ പ്രതിഷ്ഠ കുഞ്ഞാലിയാണ്. എന്തുകൊണ്ട്? ആ നാടിനെ വൈദേശികരിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ആരാ? കുഞ്ഞാലിയാണ്. ആ ജനങ്ങൾക്ക് അത്രേ അറിയുള്ളൂ. അപ്പോൾ ക്ഷേത്രം ഉണ്ടാക്കിയിട്ട് പ്രതിഷ്ഠയായി ആരെ വെച്ചു? കുഞ്ഞാലിയെ വെച്ചു. എന്തുകൊണ്ട്? കുഞ്ഞാലില്ലായിരുന്നുവെങ്കിൽ അവരെ സംസ്കാരമല്ല, മതമല്ല, ഒന്നുമില്ല. പിന്നെ അവിടെ പോർച്ചുഗീസ് അധിനിവേശം നടക്കുക. ഞാൻ അതിന്റെ ശരി തെറ്റുകൾ പറയല്ല, ഒരു നന്ദി. യൂറോപ്പിൽക്ക് അങ്ങനത്തെ ഒരു അധിനിവേശം ലോകത്തൊരു രാജ്യത്തും ഇല്ല. ഒരു സംസ്കാരം നശിപ്പിക്കുന്ന, ഒരു ജനതയെ പൂർണ്ണമായി ഇല്ലാതാക്കുന്ന. 20ാം നൂറ്റാണ്ടിലല്ലേ ലോകത്തെ ഏറ്റവും വലിയ പട്ടിണി ഇന്ത്യയിൽ നടന്നത്? 20ാം നൂറ്റാണ്ടിൽ. 20ാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ അത് എൻലൈറ്റ്മെന്റിന്റെ ശേഷമുള്ള നൂറ്റാണ്ടല്ലേ. അപ്പൊ യൂറോപ്പിന് സമ്പൂർണ്ണ നവോത്ഥാനം, യൂറോപ്പിന്റെ നവോത്ഥാന കാലം എന്ന് പറഞ്ഞാൽ AD 15, 16 നൂറ്റാണ്ടുകളാണ്. 17, 18 നൂറ്റാണ്ടുകൾ മനസ്സിലായില്ല. 16, 17 നൂറ്റാണ്ടുകളാണ് അവരുടെ 16, 17 നൂറ്റാണ്ടുകളാണ് അവരുടെ റെനൈസൻസ് നൂറ്റാണ്ട്. പിന്നെ 18, 19 നൂറ്റാണ്ടുകളാണ് അവരുടെ എൻലൈറ്റ്മെന്റ് നൂറ്റാണ്ട്.
അപ്പോൾ നവോത്ഥാനവും വന്നു, വെളിച്ചവും വന്നു. മനസ്സിലായില്ല? റെനൈസൻസും വന്നു, എൻലൈറ്റ്മെന്റും വന്നു. അപ്പൊ സമ്പൂർണ്ണ വെളിച്ചം കിട്ടിയിട്ടാണ് അവർ എന്ത് ചെയ്തത്? വെളിച്ചം കിട്ടിയാണ് അവരാണ് അവകാശപ്പെടുന്നത്. എന്നിട്ടാണ് അവര് ഈ വെളിച്ചത്തിലാണ് അവർ പട്ടിണിക്കിട്ട് കൊന്നത് ലക്ഷോപലക്ഷം ജനങ്ങളെ, ദശലക്ഷക്കണക്കിന് ജനങ്ങളെ, ഇന്ത്യയിലടക്കം. ബ്രിട്ടന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനമന്ത്രിയായ വിൻസെന്റ് ചർച്ചില് അതിനു വേണ്ടി അദ്ദേഹം പറഞ്ഞത്, ഭക്ഷണം ഇറക്കി കൊടുക്കണമെന്ന് ലോകരാജ്യങ്ങളിൽ നിന്ന് മുറവിളി ഉണ്ടായപ്പോൾ പറഞ്ഞത്, ഇന്ത്യക്കാർ സ്വമേധയാ പെറ്റുപെരുകയാണ്, ഭക്ഷണം കൂടി കിട്ടിയാൽ പിന്നെയും പെറ്റുപെരുകും, അതുകൊണ്ട് പെറ്റുപെരുകുന്ന ഈ കാട്ടുമുയലുകൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് ഇനിയും അവരെ പെറ്റുപെരുകുന്നവരാക്കേണ്ടാണ്. അതിന്റെ ഈ പുസ്തകത്തിന്റെ തിരുദൂതർ പുസ്തകത്തിന്റെ 288 പേജിലുണ്ട്. കുഞ്ഞാലിമരക്കാന്മാർ യൂറോപ്യൻ അധിനിവേശത്തിനെതിരായി നടത്തിയ ധീരമായ ചെറുത്തുനിൽപ്പ് ഇന്നും ഓർമ്മിക്കുന്ന ജനതകൾ ഭാരതത്തിൽ, വിശിഷ്യ ദക്ഷിണേന്ത്യയിൽ എമ്പാടുമുണ്ട്. തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ സ്ഥിതി ചെയ്യുന്ന മാധവൻ കുറിച്ചി എന്ന തീരദേശ ഗ്രാമവാസികൾ, തൂത്തുക്കുടി ജില്ലയിൽ മാധവൻ കുറിച്ചി എന്ന തീരദേശ ഗ്രാമവാസികൾ കുഞ്ഞാലിമരക്കാർ മൂന്നാമൻ, നാലാമൻ എന്നിവരുടെ സായുധ പ്രതിരോധത്തിന് AD 16-ാം നൂറ്റാണ്ട് മുതൽ സാക്ഷ്യം വഹിക്കുകയും പങ്കാളിയാവുകയും ചെയ്തവരാണ്. 500 കൊല്ലങ്ങൾക്കിപ്പുറവും തങ്ങളുടെ സംരക്ഷകനായ കുഞ്ഞാലിയെ ഈ ഗ്രാമവാസികൾ ദൈവത്തെ പോലെ ആരാധിക്കുന്നു. ഈ പുസ്തകത്തിന്റെ 288 പേജിൽ ആ പ്രതിഷ്ഠയ ക്ഷേത്രം എല്ലാം കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് ഞാൻ അതിനെ അങ്ങനെ ആരാധിക്കാൻ പറ്റുമോ? നിങ്ങൾ ഇനി 13 തപ്പണ്ട. ഇനിയിപ്പോ നിങ്ങൾ അടുത്ത തപ്പൽ എന്തായിരിക്കും? അങ്ങനെ തപ്പാൻ പറ്റുമോ? ഇനി ആരും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഇയാളത് പോട്ടം കൊടുക്കാൻ പറ്റുമോ? അങ്ങനെയൊക്കെയാണല്ലോ നിങ്ങളെ നമ്മുടെ എന്റെ ഇത് ഞാൻ സിറാത്ത് പാലത്തിൽ പറഞ്ഞുകൊണ്ട് ഞാനത് കൊടുത്ത എന്താണ്? നിങ്ങളെ കാര്യം നോക്കിയാൽ മതി. ഞങ്ങൾ ബുദ്ധിമുട്ടി സ്വർഗത്ത് കയറ്റണ്ട, അത് ഞാനും എന്റെ റബ്ബും തന്നെ നോക്കിക്കോളാം. നിങ്ങളോട് പറഞ്ഞ ഇക്കാര്യങ്ങൾ ആലോചിക്കുക. എന്തുകൊണ്ട്, എന്താണ് അവരും തയ്യാറായത്? ഒരു നന്ദി. കുഞ്ഞാലും മൂന്നാമനും നാലാമനും ഇല്ലായിരുന്നുവെങ്കിൽ അവരുടെ സംസ്കാരമോ ഭാഷയോ മതമോ ഒന്നും ഉണ്ടാവൂല. മായൻ ഇൻക സംസ്കാരമായിരുന്നു അമേരിക്കയിൽ, പ്രാകൃത അമേരിക്കയിൽ ഉണ്ടായിരുന്നത്. ആ സംസ്കാരം ഇന്നില്ല. എന്തുകൊണ്ട്? അധിനിവേശം അതിനെ നശിപ്പിച്ചു, ഭാഷകൾ നശിപ്പിച്ചു, സംസ്കാരങ്ങൾ നശിപ്പിച്ചു, നുണ മുഴുവൻ പറഞ്ഞു വരുത്തി. അവിടെ സ്ഥാപനങ്ങളും സ്കൂളുകളും എല്ലാം ഉണ്ടായിരുന്നു, ഒക്കെ നശിപ്പിച്ചു, സംസ്കാരങ്ങൾ നശിപ്പിച്ചു, ഇതങ്ങോട്ട് അഡോപ്റ്റ് ചെയ്തു. അപ്പോൾ തെളിഞ്ഞ എല്ലാം നശിച്ചുപോയി. നമ്മളിതും അങ്ങനെ തന്നെയാണ്. 20-ാം നൂറ്റാണ്ട് എന്നൊരു നൂറ്റാണ്ട് ചരിത്രത്തിന് എടുത്തു കളയുകയാണെങ്കിൽ ലോകത്ത് നടക്കുന്ന നന്മ അങ്ങനെ തന്നെ നിലനിൽക്കും. നിങ്ങളിൻ്റെ കൂടെ ഇല്ല. ചരിത്രത്തിൽ ഒരുപാട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. അതിൽ ഒരു നൂറ്റാണ്ട് ഇവിടെ നിങ്ങോട്ട് കോരിയെടുക്കുക. ഇപ്പൊ പഴയ കാലത്തൊക്കെ മുറ്റത്തൊക്കെ പഴയ കാലത്ത് ഇങ്ങനെ കട്ട വിരിക്കാത്ത കാലത്ത് നേരെ പോലത്ത് നോക്കുമ്പോൾ പൂച്ചകളോ പട്ടികളോ ഒക്കെ കാഷ്ടിച്ച കാട്ട മുറ്റത്തുണ്ടാകുമ്പോൾ ഉമ്മ വല്യമ്മയൊക്കെ വന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ? ഒരു കൈക്കോട്ട് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും? അവിടെ ഇങ്ങനെ അപ്പം പോലെ എങ്ങനെ വെട്ടി ആ മണ്ണ് അടിപോലെ നേരെ കോരിയിട്ട് കൊണ്ടുപോയിട്ട് തെങ്ങ് കുയിലോ മറ്റോ കൊണ്ടുവരും. അങ്ങനെ കാലം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ചെയ്യും. ചരിത്രത്തിൽ നമ്മൾ 20-ാം നൂറ്റാണ്ടിന് അങ്ങനെ തന്നെ സീഡൊക്കെ ഇങ്ങനെ വെട്ടിയിട്ട് ഇങ്ങനെ 20-ാം നൂറ്റാണ്ട് 1901 ജനുവരി 1-ാം തീയതി മുതൽ 1999 ഡിസംബർ 31-ാം തീയതി വരെയുള്ള കാലം ഇങ്ങനെ ഒരു കൈക്കോട്ട് എടുത്തിട്ട് ഇങ്ങനെ വെട്ടിയിട്ട് ചരിത്രത്തിൽ അറബിക്കടലിലോ പസഫിക്കിലോ കൊണ്ട് എറിയാൻ കഴിയുമെങ്കിൽ ലോകത്ത് നന്മ നിലനിൽക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വെട്ടിയെടുത്തിട്ട് പുറത്തേക്ക് എറിയണം. എന്തുകൊണ്ട്? മനുഷ്യന്റെ സ്വാതന്ത്ര്യം നശിപ്പിച്ചത് ആ നൂറ്റാണ്ടാണ്. തിന്മകളെ അടിച്ചേൽപ്പിച്ചത് ആ നൂറ്റാണ്ടാണ്. വിദ്യാഭ്യാസത്തെ നശിപ്പിച്ചത് ആ നൂറ്റാണ്ടാണ്. നമ്മളിപ്പോൾ 1999 ഡിസംബർ 31-ാം തീയതിയിൽ നിന്ന് 2000 ജനുവരി 1-ാം തീയതിയിലേക്ക് നേരിട്ട് പ്രവേശിച്ചിരുന്നുവെങ്കിൽ ഗുരുകുല വിദ്യാഭ്യാസമായിരിക്കും ഇവിടെ ഉണ്ടാവുക. അവർക്കും ഭാഷ അറിയും, മനസ്സിലായില്ല, കളവറിയൂല, നല്ല ഭാഷ, നല്ല സംസ്കാരം, രീതികൾ, അവർക്കും ന്യായങ്ങൾ അറിയും, തത്വചിന്തകൾ അറിയും. വലിയ വലിയ മഹർഷിമാര്, സൂഫികള്, അവരുടെ കവിതകള്, ഗുരുകുല വിദ്യാഭ്യാസങ്ങള്, ചെറിയവൻ വലിയവൻ വ്യത്യാസമില്ലാത്ത കാര്യങ്ങള്. മനസ്സിലാണ്ട് പറഞ്ഞത്? ദ്രോണന്റെ വീട്ടിൽ, ദ്രോണാചാര്യന്റെ വീട്ടില് രാജാവിന്റെ മകനും, മനസ്സിലായില്ല, രാജാവിന്റെ മകനാണെങ്കിലും പാവപ്പെട്ടവന്റെ മകനാണെങ്കിലും അവിടെ വന്ന് പഠിക്കും. ദ്രോണന്റെ വീട്ടിൽ വന്ന് പഠിക്കും. അതിന് വ്യത്യാസമൊന്നുമില്ല. ദ്രോണന്റെ വീട്ടിലെ പശുവിനെ തൊഴുത്ത് കഴുകും. ദ്രോണന്റെ വീട്ടിൽ, ദ്രോണാചാര്യയുടെ വീട്ടിലെ പാല് കറക്കും, മുറ്റടിച്ചു വരും.
അപ്പൊ ഗുരുവിനോടാണ് ബാധ്യത. ഗുരുവിന്റെ നിന്നിട്ട് ആ കളരിയിൽ നിന്ന് പഠിക്കുകയാണ്. അപ്പൊ ഗുരുവിനെ എന്ന് പറഞ്ഞാൽ വല്ലാത്ത ബഹുമാനാണ്. അവിടുന്ന് നേരെ 20-ാം നൂറ്റാണ്ടിൽ വന്നപ്പോൾ ടീച്ചറെ ബലാത്സംഗം ചെയ്യാൻ പഠിപ്പിച്ചു. മറ്റേ ടീച്ചർക്ക് ചുരുക്കുണ്ടോന്ന് കുട്ടി അറിയില്ല, മനസ്സിലായില്ല. ടീച്ചറെ അങ്ങനത്തെ ഒരു കണ്ണുകൊണ്ട് നോക്ക്. എന്റെ പെങ്ങൾക്കും ചുരുക്കില്ലടോ, അയച്ച് കാണില്ലല്ലോ. ഉണ്ടോ ഇല്ലേ? നിങ്ങളിവിടെ സ്ഥലത്തുണ്ടോ ഇല്ലേ? പറയടോ, നിന്റെ പെങ്ങക്ക് ചുരുക്കില്ലേ? അയച്ച് കാണുന്നുണ്ടോ? ഇജോളെ ദിവസം കണ്ടിട്ട് ഓളെ ചുരുക്കി കണ്ടിട്ടുണ്ടോ? അതൊരുത്തം വന്ന് പെണ്ണുണ്ടു, അപ്പോ എന്നെ കെട്ടിയ മതിയാവൂ. ഓൻ പറഞ്ഞ നമുക്ക് അടുത്ത മാസത്തിൽ നിശ്ചയാക്കാൻ. അതിനോനോ നേരല്ല. നിശ്ചയം അടുത്ത ആഴ്ച, കല്യാണം പിറ്റത്തെ ആഴ്ച. ഓളയും കൊണ്ട് നടക്കണം. ഓളെ 18 കൊല്ലേ ഇത് കണ്ടും ഒപ്പം കിടന്നും ഇരുന്നും നടന്നും ഓടിക്കളിച്ചും അടിച്ചു കളിച്ചും കുത്തിമറിഞ്ഞും അങ്ങനെ ഒരു പെങ്ങളല്ലേ അത്. ആ പെങ്ങളെ കണ്ടിട്ടില്ലല്ലോ. ആ പെങ്ങളെ ചൊറുക്കി കണ്ടിട്ടില്ല, ഓളെ മനസ്സ് കണ്ടിട്ടുണ്ട്. പറഞ്ഞില്ല, മറ്റോന് ഓളെ മനസ്സറിയില്ല. എന്തറിയും? പറയുടെ ചങ്ങാതി. ആ ടീച്ചർക്ക് ചൊറുക്കുണ്ടോന്ന് കുട്ടിക്കറിയില്ലായിരുന്നു. 20-ാം നൂറ്റാണ്ട് ഉണ്ടായില്ലായിരുന്നു. ഇത് ആരാ പഠിപ്പിച്ചത്? യൂറോപ്യന്മാര്. ഒരു അമ്മയും പെങ്ങളൊക്കെ കണക്കാണ്. എന്ത് നോക്കിയിരിക്കണേ? അവർക്ക് അമ്മയും പെങ്ങളും കണക്കാണ്. കുരങ്ങുന്നുണ്ടായിരുന്നല്ലേ? കുരങ്ങെന്താ അമ്മനെ കയറി കൂടെ? എന്താണോ എന്ത് മനുഷ്യന്മാരാണ്. എന്റെ കുരങ്ങിനെ കിത്തവർക്കുണ്ടോ? കുരങ്ങുകളെ യായുവല്ലതീന യായുവല്ലതീനല്ല യായുവല്ലതീന ാക്കപ്പെട്ടവര് ലാത്തമസുമാത്തിക്കും നിങ്ങളമ്മമാരങ്ങളെ തൊട്ടുപോകരുത്. അങ്ങനെ ആയിട്ടുണ്ടോ? കുരങ്ങനെന്തുവാപ്പാ? ഏതൊരു അവയവത്തിലാണോ കുരങ്ങ് ഭൂമിയിലേക്ക് വന്നത്, ആ അവയവത്തെ തന്നെ തന്റെ ലൈംഗിക പൂരണത്തിന് വേണ്ടി കുരങ്ങ് ഉപയോഗിക്കും. കുരങ്ങല്ലേ? മനുഷ്യൻ പിൽക്കാലഘട്ടത്തിൽ മെനഞ്ഞുണ്ടാക്കിയ, മനുഷ്യൻ നെയ്തുണ്ടാക്കിയ ആശയങ്ങളും അടിത്തറയില്ലാത്തതുമാണ് മൊറാലിറ്റി എന്നാണ് ഏത്തിസത്തിന്റെ ബന്ധം. കാരണം മനുഷ്യൻ ഉണ്ടായത് എവിടുന്നാണ്? കുരങ്ങുന്നാണ്. കുരങ്ങുകളിൽ സ്വർഗ രതിയുണ്ട്, അതുകൊണ്ട് തെറ്റല്ല. എത്ര ആളുകളാ വാദിക്കുന്നത്? എന്താ പറഞ്ഞേ? അതായത് ഒരാണിനെ കെട്ടിയാൽ തെറ്റല്ല, ഒരാണിന് ആണിനോട് മോഹമുണ്ടായാൽ തെറ്റല്ല. എന്തുകൊണ്ട്? കുരങ്ങുകളിൽ ഇത് കാണുന്നുണ്ട്. ആൺകുരങ്ങുകൾ ലൈംഗിക പൂരണത്തിന് വേണ്ടി ആൺകുരങ്ങുകളെ ആശ്രയിക്കുന്നുണ്ട്. അതുകൊണ്ട് കുരങ്ങിന്റെ വകഭേദമാണല്ലോ എന്ത്? മനുഷ്യനാൽ അടിസ്ഥാനപരമായി അവന്റെ ജീനിലുണ്ട്. കാരണം മനുഷ്യന്റെ എന്തില്ലെന്നാണ്? കുരങ്ങെന്നാണ്. അപ്പൊ കൃത്യമാണ്. ഓക്കെ, കുരങ്ങിന് കിതാബില്ല. ഇവിടെ കിതാബുണ്ട്, മുർസലുകളുണ്ട്. അഭിശപ്തമായ മനുഷ്യന്റെ ദുർമോഹങ്ങൾക്ക് എതിരെ നൽകുന്ന ദൈവികമായ സന്ദേശങ്ങളുണ്ട്. അത് നടപ്പിലാക്കിയ അമ്പിയാക്കളുണ്ട്, അതിനെ ശിക്ഷിച്ച ഭരണാധികാരികളുണ്ട്, അതിനെ മറികടന്ന് തോന്നാസം ചെയ്ത ജനതയെ ശിക്ഷിക്കപ്പെട്ട ദൈവികമായ ശിക്ഷ ഇറങ്ങിയ പാഠത്തിന്റെ ജീവിക്കുന്ന ഉദാഹരണങ്ങൾ ഇന്നും മനുഷ്യന്റെ മുന്നിലുണ്ട്. ഒരു കുരങ്ങിനെ എവിടെയും പഠിച്ചോ ശിക്ഷിച്ചില്ലല്ലോ, നിയമങ്ങളില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഇതാണ് യൂറോപ്യൻസ്. യൂറോപ്യൻസ് എന്താ അങ്ങനെ ആയത്? അവരെ നശിപ്പിച്ചത് ഇതാണ്. മനുഷ്യണ്ടായത് കുരങ്ങിന്റെ ഒക്കെ പേരാണ്. വളരെ ചിന്തിക്കണം. ഞാനൊരു ഗൗരവമായ പഠനത്തിലാണ്. എന്ന് അവസാനിക്കുന്നു പറയാൻ കഴിയില്ല. എനിക്ക് മനുഷ്യർ പൂർണ്ണമായി മനുഷ്യർ തന്നെയോ എന്ന ഒരു പഠനത്തിലാണ് ഞാൻ. അർദ്ധമനുഷ്യരും മനുഷ്യർക്കിടയിൽ ഉണ്ടോ എന്നാണ് എൻ്റെ പാഠം. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച ഇൻസാനും ബനു ആദമും ഒന്നാകാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു. ബനു ആദം വേറെ, ബനു ആദം എന്തായാലും മനുഷ്യരാണ്. ഇൻസാനിൽ ബനു ആദമും ബനു ആദം അല്ലാത്തവരും ഉണ്ടാകാം എന്നാണ് എൻ്റെ ഒരു ധാരണ. ഒരു പൂർണ്ണ അഭിപ്രായം ഞങ്ങൾ പറയില്ല. പക്ഷെ അതേ സമയത്ത് അതിനൊരുപാട് തെളിവുകളുമുണ്ട്. മൊത്തം മനുഷ്യരും ഹോമോസാപ്പിയൻസ് അല്ല. എന്തോ സംഭവിച്ചിട്ടും ഉണ്ടാകാം. എന്തോ അല്ലാഹു അഅലം, എനിക്ക് മനസ്സിലാവില്ല. എന്തോ ഉണ്ട്. രക്തഗ്രൂപ്പുകൾക്ക് വ്യത്യാസമുണ്ട്. ഏഷ്യൻ ആഫ്രിക്കൻ രക്തഗ്രൂപ്പുകളല്ല കൊക്കേഷ്യൻ രക്തഗ്രൂപ്പ് വ്യത്യാസമുണ്ട്. അതിൽ അനിമൽ കണ്ടന്റ് കൂടുതലാണ്. അനിമൽ കണ്ടന്റ് കൂടുതൽ ആരുടെ? മനസ്സിലാണ്ട് പറഞ്ഞത് കൊക്കേഷ്യൻ രക്തഗ്രൂപ്പിൽ കൂടുതലാണ്. ഇതൊക്കെ വലിയ പഠനത്തിന് വിധേയമാക്കേണ്ടതുണ്ട്. ഇപ്പോൾ അത് പഠിക്കണം. പണ്ടത് പഠിക്കേണ്ടതില്ല, ഇപ്പൊ അത് പഠിക്കണം.
ദജ്ജാൽ ആരാണ്? ഈ ദജ്ജാൽ ആദമിന്റെ മകനോ? സാധ്യത കുറവാണ്. എന്തുകൊണ്ട്? മാ മിൻ നബിയിൻ ഇല്ലാ ഹുവ അൻദറ ഖൗമഹു അനിൽ അഅ്വരിൽ കദ്ദാബ്. ഈ കള്ളനായ ഒറ്റക്കണ്ണനെ കുറിച്ച് ഭയപ്പെടുത്തി പറയാത്ത ഒരു നബിയുമില്ല, അപ്പൊ ആദമുമില്ല. പിന്നൊക്കെ കുറെ കാലം കഴിഞ്ഞ് കുഴപ്പമുണ്ടായി. അപ്പൊ പിന്നെ ദജ്ജാലിനെ തൊട്ട് ഫിത്നായി ഇറക്കാൻ തുടങ്ങി. അങ്ങനെയല്ല. മാമിൻ നബിയിൻ, ഹബീബാ നബി പറയാ, മാമിൻ നബിയിൻ, ഒരു നബിയുമില്ല ഇല്ലാ ഹുവ അൻദറ ഖൗമഹു അനിൽ അഅ്വരിൽ കദ്ദാബ്. ഈ കള്ളനായ ഒറ്റക്കണ്ണനെ കുറിച്ച് ഭയപ്പെടുത്തി പറയാത്തൊരു നബിയും ലോക ചരിത്രത്തിൽ ഇല്ല എന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലെങ്കിൽ മനുഷ്യൻ ഖലീഫയാണ്. ആരാ ഖലീഫ? പ്രതിനിധി. തിരിഞ്ഞില്ല. ചാൻസലറുടെ പ്രതിനിധിയാണല്ലോ ആര്? എന്താണല്ലോ വൈസ് ചാൻസലർ. മനുഷ്യനാരാണ്? എന്താ ഉറങ്ങണത്? മനുഷ്യനാരാണ്? ഖലീഫയാണ്. ആരുടെ? വേറൊരു പകരക്കാരൻ. ഒന്ന് പരീക്ഷിച്ച മനസ്സിലായില്ല. ഒന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പലരെയും അയച്ചു ഭൂമിയിലേക്ക്, പിന്നെ മനുഷ്യനയച്ചു. ഒരു ഖലീഫയെ പറ്റി പറയുമ്പോൾ മലക്കുകൾ വേണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഇതിന് യുദ്ധത്തിന് പോകാനാവൂല, ഈ ഓരോരുത്തരെ ഭൂമിക്ക് പറഞ്ഞേക്കും, അവിടെ കുഴപ്പമുണ്ടാക്കും, പിന്നെ തല്ലുണ്ടാക്കും. അവരെ പൂർണ്ണമായി കൊന്നൊടുക്കി എന്നല്ല പല കിതാബുകളിലുമുള്ളത്. ചില ഇരുളടഞ്ഞ നാടുകളിലേക്ക് അവരെ ദൂരെയാക്കിയെന്ന. ഇതെന്താവാം? യൂറോപ്പാവാം. ആണെന്നും ഞാൻ പറയല്ല, അല്ലാന്നും ഞാൻ പറയല്ല, ഞാൻ പഠിക്കുകയാണ്. ഞാൻ ഈ കാണുന്ന മനുഷ്യർ മുഴുവനും കൂടെ മനുഷ്യരാണോ അല്ലേ എന്ന കാര്യത്തിൽ തർക്കമുണ്ട്. മനുഷ്യരെന്നല്ല, ആദമിന്റെ മക്കളാണോ ഇതൊക്കെ ഉണ്ട്. അങ്ങനെ ഉണ്ടല്ലോ ഒരു മറ്റേ 0 ഓവറിലുണ്ടല്ലോ, യുവർ ഓണർ എന്ന് പറഞ്ഞത് കള്ളണീറ്റക്ക്. ഞാൻ ഇപ്പൊ അവിടെ ഉള്ളത് യുവർ ഓണർ. അങ്ങനല്ലേ? നിയമസഭയിലെ പ്രധാനപ്പെട്ട ചർച്ചകളൊക്കെ കഴിഞ്ഞാൽ എന്തുണ്ടാവും? 0 ഓവർ ഉണ്ടാവും. 0 ഓവറിൽ വേണമെങ്കിൽ ആർക്കും എന്ത് പറയാം, അഭിപ്രായം പറയാം. അപ്പൊ ഞാൻ അങ്ങനെ അഭിപ്രായം പറയാൻ 0 ഓവറിൽ അഭിപ്രായം പറയാണ്. യുവർ ഓണർ, എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. ഈ കാണുന്ന ഇരുകാലികൾ മുഴുവനും കൂടി ആരല്ല? മനുഷ്യൻ ബനൂ ആദമാണോ എന്ന കാര്യത്തിൽ എനിക്ക് ശക്തമായ ഡൗട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ രക്തഗ്രൂപ്പ് വ്യത്യാസപ്പെടാൻ പാടില്ലല്ലോ. ഒരു ഏരിയയിലെ രക്തഗ്രൂപ്പ് ഏഷ്യൻ ആഫ്രിക്കൻ രക്തഗ്രൂപ്പ് അല്ല, കൊക്കേഷ്യൻ രക്തഗ്രൂപ്പ്. ഭയങ്കര അവരിൽ അക്രമം എന്ന് പറഞ്ഞ അവരുടെ രീതിയാണ്. അത് ആ വിഷയത്തിൽ അവർ തന്നെ എത്രയോ പുസ്തകങ്ങളും നോവലുകളും സിനിമകളും ഉണ്ടാക്കിയിട്ടുണ്ട് ഈ അടുത്ത കാലത്ത്. അക്രമർക്കൊരു വിഷയം തന്നെ, ഒരാളെ കൊല്ലുന്നവർക്കൊരു പ്രശ്നം തന്നെയില്ല. യുദ്ധം ചെയ്തിട്ട് തോറ്റവർക്ക് മാപ്പ് കൊടുത്തിട്ട് അവർക്ക് വേണ്ട ദ്രവ്യങ്ങൾ കൊടുത്ത് അവരെ എന്താ പറയുക, യൂറോപ്യന്മാരെ ജെറൂസലേമിൽ നിന്ന് മുസ്ലിം ഭരണാധികാരികൾ അവരെ യൂറോപ്പിലെത്താവുന്ന പൈസ വരെ കൊടുത്ത് പറഞ്ഞയച്ചു. തലവെട്ടിക്കൊല്ല. യുദ്ധം ചെയ്യുന്നതിനിടയിൽ സുൽത്താൻ സലാഹുദ്ദീന് ഒരു യൂറോപ്യൻ കമാൻഡറുടെ മകനെ കുട്ടിയെ കാണാനില്ല എന്ന് ഖലീഫ അറിഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന്റെ മുഖം വിവരണമായി. ഒരു കുട്ടിയെ കാണാനില്ല. അദ്ദേഹം മുസ്ലിം പട്ടാളക്കാരെ അയച്ചു. അതായത് ഒരു യൂറോപ്യൻ പട്ടാളക്കാരന്റെ കുട്ടിയെ കാണാനില്ല. ഈ സ്ത്രീ തന്റെ കൂട്ടത്തിലുള്ള പട്ടാളക്കാരോട് പറഞ്ഞിട്ട് അവരത് ചെവിക്കൊണ്ടിരുന്നു. അവസാനം ഈ സ്ത്രീ അത് ആരോട് പോയി പറഞ്ഞു? സുൽത്താൻ സലാഹുദ്ദീനോട് പറഞ്ഞു. സലാഹുദ്ദീൻ തന്റെ പട്ടാളക്കാരൻ ചോദിച്ചു, എവിടെയാണെങ്കിലും ആ കുട്ടിയെ തെരഞ്ഞെടുത്തുകൊണ്ട്. കുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞ് തന്റെ മുന്നിൽ വന്ന് കരഞ്ഞ പെണ്ണിന്റെ മുഖത്തേക്ക് ആ വേദന കണ്ടപ്പോൾ സുൽത്താൻ സലാഹുദ്ദീൻ കരഞ്ഞു. എന്താ ഹൃദയാണ്? സ്വന്തം പട്ടാളക്കാരന്മാരോട് പറഞ്ഞിട്ട് അവരത് ചെവിക്കൊണ്ടില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? അവർക്കതിന് ഹൃദയമില്ല. സുൽത്താൻ സലാഹുദ്ദീൻ ആ ദിവസം മുഴുവനും അദ്ദേഹത്തെ മുഖം വിവർണമായി കാണപ്പെട്ടു. ആരോ തെരഞ്ഞു പിടിച്ചു കൊണ്ടുവന്നു. അപ്പോഴദ്ദേഹം ചിരിച്ച് ഇതന്നെയല്ലേ കുട്ടിയാല്. അതെന്താ കാരണം? ഹൃദയം. മറ്റവർക്ക് എന്താ കാരണം? മറ്റവർക്ക് മനുഷ്യന്മാരെ അറുത്ത് കൊല്ലുന്ന ഒരു പ്രശ്നമില്ല, ഒരു വിഷയമല്ല. അരിഞ്ഞു കൊല്ലുന്ന ഒരു വിഷയവുമല്ല. ജെറൂസലേമിൽ 1999 നേരെ യൂറോപ്യന്മാർ കയറി വരുമ്പോൾ അവിടെ കണ്ട മുഴുവനും മുസ്ലിങ്ങളെയും ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും കൊന്നു. രക്തപ്പഴം ഒഴുക്കിട്ട് അവർ കയറി. ആരെയും കൊന്നു? മുസ്ലിങ്ങളെയും ജൂതന്മാരെയും മാത്രമല്ല, യൂറോപ്പിൽ നിന്ന് വന്ന ഇവർ
പ്രത്യക്ഷത്തിൽ അവര് ക്രിസ്ത്യാനി എന്ന് പറയും, പക്ഷെ അവര് ക്രിസ്ത്യാനികളും അല്ല, അവര് ഒരു കാട്ടു ജനതയാ. ക്രിസ്ത്യാനിറ്റിക്ക് അത് ചെയ്യാൻ കഴിയില്ല, അത് നന്മയുള്ള മതല്ലേ. നേരെ മനസ്സിലാവുണ്ട് പറഞ്ഞത്. ഇപ്പോഴും എന്താ നിങ്ങളത് മനസ്സിലാക്കാത്തത്? ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളെ മനസ്സിലാക്കുന്നിടത്ത് മുസ്ലിങ്ങൾക്ക് പരാജയം നേരിട്ടു. ഇതാണ് ഇവിടെ കേരളത്തിൽ ഇപ്പോൾ വർഗീയത വളരുന്നത്. ലവ് ജിഹാദ് ഉണ്ട് എന്ന പ്രശ്നം പറഞ്ഞപ്പോൾ ഒരു ബിഷപ്പ് പറഞ്ഞു, ഒരു റോമൻ കാത്തലിക്കിൽപ്പെട്ട ഒരു ബിഷപ്പ് പറഞ്ഞു ലവ് ജിഹാദ് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിനെ ആദ്യം കേരളത്തിൽ എതിർത്തതാരാ? ഓർത്തഡോക്സ് ക്രിസ്ത്യാനികൾ. അങ്ങനെ ഇല്ല, ഒരു സമുദായത്തിന് പിന്നെ അത് അടിച്ചേൽപ്പിക്കാൻ പാടില്ല. നാർക്കോട്ടിക് ജിഹാദ് കളവാണ്, അതൊരു സമുദായത്തിന് വെച്ചിട്ടാൻ പാടില്ല. മനസ്സിലായില്ല? കഞ്ചാവും ചരസും പിന്നെ കറുപ്പും ഒക്കെ മനുഷ്യന്മാർ കൈകാര്യം ചെയ്യുന്നുണ്ടാവും, അതിൽ മുസ്ലിമോ ക്രിസ്ത്യാനിയോ എന്നൊരു ഭാവഭേദം ഇല്ല, എല്ലാം ചെയ്യുന്നുണ്ടാവും. നാർക്കോട്ടിക് ജിഹാദ് എന്ന പേരിൽ ഇസ്ലാമിനെ അടിക്കാൻ ഉപയോഗിക്കരുത്, ഇസ്ലാമിന് അങ്ങനത്തെ രീതിയില്ല. ആരെ പറഞ്ഞേ? നിങ്ങൾ മോനിയന്മാരല്ലേ പറഞ്ഞ? ആരെ പറഞ്ഞേ? ഓർത്തഡോക്സ് ക്രിസ്ത്യാനി അച്ഛന്മാര്. തൊപ്പിട്ട് അദ്ദേഹം വന്ന് ചാനലിൽ വന്നിട്ട് എത്ര ധീരമായിട്ട് സംസാരിച്ച്, ഒരു നന്ദി പോലും 4 മൂല്യന്മാര് പോയി പറഞ്ഞില്ല, ഞാനടക്കം. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അപ്പൊ നമ്മളൊരു പ്രതിക്കൂട്ടിലായാൽ നമ്മുടെ ഭാഷയേക്കാൾ അവിടെ ശ്രദ്ധിക്കപ്പെടുക അവരുടെ ഭാഷയല്ലേ. അയാൾക്കത് പറയേണ്ട ഒരു ബാധ്യതയില്ലല്ലോ, പക്ഷെ ആ മനുഷ്യൻ അത് പറഞ്ഞില്ലേ? മാർ കുർലോസ് അത് പറഞ്ഞല്ലോ, അതും വളരെ പെർഫെക്റ്റ് ആയി പറഞ്ഞല്ലോ. ആ ചാനലിൽ അദ്ദേഹത്തിന്റെ സ്വരത്തിന് മീതെ ഒരു വാക്കൊരാളുണ്ട്. ആ ചർച്ച അവിടെ അടഞ്ഞു അല്ലെ? അദ്ദേഹം അത് പറഞ്ഞതോടുകൂടെ ഈ നാർക്കോട്ടിക് ജിഹാദിന്റെ ചർച്ച അവസാനിച്ചു. 4 മൂല്യന്മാരൊരു യോഗം കൂടിയിട്ട് അദ്ദേഹത്തിന് ഒരു ആദരവ് കൊടുക്കേണ്ടതാണ്, അതുപോലും കൊടുത്തില്ല. എന്തുകൊണ്ട്? നമുക്ക് അന്തല്ല. നമ്മൾ എ ആണോ ബി ആണോ ആ ജയിക്കൽ തോൽക്കൽ തന്നെ ചർച്ച, ആര് മേലെ ആര് താഴെ, ഇതാണ് നമ്മളെ ചർച്ച. ഇപ്പോഴും നമ്മൾ ചെയ്യുന്നത് തെറ്റാണ്. അപ്പൊ നമ്മളെല്ലാവരും കൂടിയിരുന്ന് പറയാൻ നമ്മൾ ഐക്യത്തിൽ അതിന് വേണ്ടിയിട്ട് വലിയ അധ്വാനത്തെയാണ്. എന്താണ് എനിക്കത് മനസ്സിലാവുന്നില്ല. എന്താണ് ഈ ഐക്യം? എനിക്കത് മനസ്സിലാവുന്നില്ല. മുസ്ലിങ്ങൾ ഐക്യത്തിൽ തന്നെയല്ലേ? മുസ്ലിങ്ങൾ എന്താ ഞാൻ ഐക്യത്തിലുള്ളത്? മുസ്ലിങ്ങളെല്ലാം ഐക്യത്തിൽ നിൽക്കുന്നതിന് വേണ്ടിയിട്ട് കഠിനാധ്വാനത്തിലാണ് ചില നേതാക്കന്മാർ. നല്ല തന്നെ, പക്ഷെ എനിക്കത് മനസ്സിലാവുന്നില്ല. അതായത് മുസ്ലിങ്ങൾ ഐക്യത്തിൽ തന്നെയാണല്ലോ. അതിൻ്റെ അർത്ഥം ആശയാദർശങ്ങളിൽ ഓരോരുത്തരും അവരവരുടെ വ്യക്തത വിശദീകരിക്കുകയും എന്നാൽ പൊതുവായ കാര്യത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. അതിന്റെ അപ്പുറത്തൊരു ഐക്യം എന്തിനാ? ഹിന്ദുക്കളോട് യുദ്ധത്തിന് പോകാനോ? നിങ്ങൾ എല്ലാവരും ഐക്യത്തിൽ നിന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഹിന്ദുക്കളോട് യുദ്ധത്തിന് പോയി, ക്രിസ്ത്യാനികളോട് യുദ്ധത്തിന് പോയി. അതല്ല ഇപ്പൊ ചെയ്യേണ്ടത്. അതൊരു പൊളിറ്റിക്കൽ തന്ത്രം മാത്രമാണ് ഇപ്പോൾ ഈ പറയുന്ന ഐക്യം. നമ്മളിപ്പോൾ ചെയ്യേണ്ടത്, നമ്മൾ സുന്നി മുജാഹിദ് എല്ലാവരും ഒരുമിച്ചിക്കല്ലേ. നമ്മൾ ഓരോ ഘട്ടത്തിലും ഒരുമിച്ച് നിന്നിട്ടില്ലേ? ഇനിയും നിൽക്കൂലേ? ഒരു ലീഗൽ പ്രശ്നം വന്നാൽ നമ്മൾ ഒരുമിച്ച് നിൽക്കൂലേ? നിൽക്കോ അല്ലേ? ഓരോ ഘട്ടത്തിൽ നിന്നിട്ടുണ്ടല്ലോ, ഇനിയും നിൽക്കുമല്ലോ. അപ്പൊ ബാങ്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഒരു എക്സാമ്പിൾ, അപ്പൊ അവിടെ സുന്നികളെ കൊടുത്തോട്ടെ, മറ്റൊരു കൊടുക്കണ്ട, അങ്ങനെ പറയും. അവിടെ ഒരുമിച്ചല്ലേ നിന്നത്. നമ്മൾ ഇതൊരു പൊളിറ്റിക്കൽ സ്റ്റണ്ടാണ് ഈ പറഞ്ഞ ഐക്യശ്രമം. കാരണം നമ്മൾ അനൈക്യത്തിലല്ല, നമ്മളെല്ലാവരും എന്ത് തന്നെയാണ് ഐക്യം എന്ന് പറഞ്ഞാൽ സുന്നി പറയാൻ പാടില്ല എന്നല്ലോ. അതാണോ ഐക്യം? മുജാഹിദ് എന്താന്ന് പറയുന്നെങ്കിൽ എന്തും പറയണം. മുജാഹിദ് എന്താന്ന് പറയരുത്, അവന്റെ സുന്നി എന്താന്ന് പറയരുത്. മുജാഹിദ് ഓരോ ദിവസം അമ്പലങ്ങളാണ്, മുസ്ലിമീങ്ങളെ സുന്നികളെ പള്ളിയൊക്കെ അമ്പലാണ്, സുന്നികളെ ഇമാമിങ്ങളൊക്കെ സ്വാമിയാണെന്ന് പറയാം. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് മറ്റേ ഇയാൾ പറഞ്ഞതുപോലെ പറയാം. നമ്മുടെ നാട്ടിൽ ഒരുത്തനുണ്ടായിരുന്നു, ഞാൻ 1 കിലോ അലുവ എന്നും പറഞ്ഞു. പിന്നെ അലുവക്ക് പൂജ ഉണ്ടായിരുന്നു. നിങ്ങളാണ് വാങ്ങിത്തന്ന 1 കിലോ അലുവ ഇവിടെ 200 തിന്ന് ഞാൻ എടുത്തുന്നതാണ്. നീ തിന്നൂല, ഞാൻ എടുത്തുന്നതാണ്. തിന്നിട്ട് ഞാൻ അവിടെ ഇട്ട് ഞങ്ങൾ ചവിട്ടുന്നു. നിങ്ങൾ ചവിട്ടിക്കോളി, ഞാൻ 1 കിലോ അലുവ 200 തിന്നതാണ്. കാലട്ട് വാങ്ങിക്കൊടുക്കുവാന് 1 കിലോ അരി വാങ്ങിക്കൊടുത്തത് എല്ലാം പഴയ കാലാണ്. പഴയ കാലം ആരും 10 പൈസല്ല അരി വാങ്ങാൻ, പൈസ ഇല്ലാത്ത കാലത്തിന് അലു വാങ്ങാം. എല്ലാരും പേടിയിലുള്ളവര് മുഴുവനും പൈസ ഓരിട്ടിട്ട് ഇവനാ 1 കിലോ അരി വാങ്ങിക്കൊടുത്തു. അലുവ ഇവനെ തിന്ന് പള്ള നിറച്ച് തിന്നിട്ട് ഇവന് കൈ തോത്തിട്ട് ഓരോരുത്തരും കാലടി പിടിച്ചു. നിങ്ങൾ പറഞ്ഞത് തന്നെയാണ് ശരി. 1 കിലോ അലുവ ഒരാൾക്ക് തിന്നാൻ കഴിയൂലെന്ന് നിങ്ങൾ പറഞ്ഞത് ശരി. നിബന്ധ പിന്നോട് ചവിട്ടാനില്ലല്ലോ, എന്താക്കി കാലൊടിച്ചു. ഇതാണ് ഇന്ന
ഈ ജാതി വർത്താനം പറ്റി പറയില്ലേ? പറയും. പിന്നെ ആ കാല് പിടിക്കും. നിങ്ങൾ ഈ കാലുപൊടി കണ്ടപ്പോഴത്തിന് ഓലൊക്കെ നന്നായി വിചാരിക്കണ്ട. അത് ഇപ്പത്തെ പരിപാടിക്കുള്ള കാലുപൊടിയാണ്. അങ്ങനത്തെ ആദർശം അവിടെ പറയുമ്പോൾ കാഫിറാന്നൊന്നും നമ്മൾ പറയണ്ട. മുത്തദീങ്ങളുടെ സ്വഭാവമാണെന്നെങ്കിലും പറയേണ്ട ഒരു ബാധ്യത. അവർക്ക് നമ്മൾ കാഫിറാന്ന് പറയാം. നമ്മൾ പിന്നെ അങ്ങോട്ട് പറഞ്ഞാൽ നമ്മൾ സമാധാനം നശിപ്പിക്കണവനാണ്. ഇതൊക്കെ നിങ്ങളെ പൊറാട്ട് നാടകമാണ്. അല്ല, മുസ്ലിങ്ങളൊക്കെ ഐക്യത്തിൽ എന്നാ നിൽക്കാത്ത ആ കാലം പറഞ്ഞത്. ഇതിനപ്പുറം എന്തിനാ മുസ്ലിമീങ്ങൾക്ക്? ഇപ്പോൾ തന്നെ മുസ്ലിമീങ്ങളെ പൊതു കാര്യങ്ങൾ യോജിച്ചിരിക്കണം. ഇനിയിപ്പോ ഇതിനപ്പുറത്ത് എന്തിനാ? പിന്നെ പുതിയ നേതാക്കന്മാർക്ക് വിശ്രമമില്ലാതെ അവർ കിടഞ്ഞ് കഷ്ടപ്പെട്ട് അവര് ഇങ്ങനെ ഭയങ്കര കഷ്ടപ്പെട്ട് എന്താ പറയാ, ശ്വാസം പോലും പിടിക്കാൻ പുറത്തു വിടാനാകാതെ പായാണ്. എന്തിന്? ഐക്യത്തിൽ. ഇപ്പൊ തന്നെ ഐക്യത്തിലല്ലേ? മുസ്ലിമീങ്ങളുടെ ബാധ്യത, നേതാക്കന്മാരുടെ ബാധ്യത അതല്ല. നാട്ടിൽ വർഗീയത, കുതിരശക്തി, 1000 കുതിരശക്തിയിലാണ് വർഗീയത വളരുന്നത്. മുസ്ലിം നേതാക്കന്മാർ ഇപ്പോൾ ചെയ്യേണ്ടത്, അവർക്ക് സമുദായ താല്പര്യവും ജനനന്മയും രാഷ്ട്ര നന്മയും പൊതുബോധവും മനുഷ്യത്വവും അവർക്കുണ്ടെങ്കിൽ അവരെന്താ ചെയ്യേണ്ടത്? ഹൈന്ദവ ക്രൈസ്തവ നേതാക്കന്മാരുമായിട്ട് സ്നേഹത്തിന്റെ ഒരു സ്വരം ഉണ്ടാക്കിയെടുക്കണം. കാരണം നമ്മുടെ രാജ്യം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം മുസ്ലിം അനൈക്യത്തിലായതല്ല. മുസ്ലിമീങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം മുസ്ലിമീങ്ങൾ അനൈക്യത്തിലായതല്ല. മുസ്ലിമീങ്ങൾ അന്നും ഇന്നും എന്നും ഏത് കാലത്തും പൊതുകാര്യങ്ങളിൽ ഐക്യത്തില്ല. പിന്നെ എന്റെ പ്രശ്നം വർഗീയത വളരെയാണ്. മുസ്ലിമിന് ഹിന്ദുവിനെ കണ്ടുകൂടാ, ഹിന്ദുവിന് മുസ്ലിമിനെ കണ്ടുകൂടാ. ഉരുൾപൊട്ടിയ ദുരന്തത്തിൽ പോലും പറഞ്ഞു കേട്ട വാക്കെന്താ? പറകുട്ടി, വർഗീയത. ഒരു ഉരുൾപൊട്ടലൊക്കെ സംഭവിച്ചാൽ അപ്പോഴെങ്കിലും മനുഷ്യന്മാർ വർഗീയത വളരുമല്ലോ. ഈ ഉരുൾപൊട്ടല് നടന്ന എന്താ പറയാ ചില ടോക്കുകളും വാട്സപ്പ് മെസ്സേജുകളും സോഷ്യൽ മീഡിയ കമന്റുകളും ഒന്ന് വായിക്കും. ആ സമയത്തും നമ്മുടെ നാട്ടിൽ അധികരിക്കുന്നത് എന്താണ്? വർഗീയത. സമുദായ നേതാക്കന്മാരാണ്, ചില സമുദായ നേതാക്കന്മാരാണ് നാർക്കോട്ടിക് ജിഹാദ്, ലവ് ജിഹാദ് എന്ന പേരിലുള്ള വാക്കുകൾ പുറത്തുവിടുന്നത്. പരസ്യമായി മറ്റ് സമുദായങ്ങളെ നിശ്ചിതമായി വളരെ മോശമായി ചിത്രീകരിക്കുന്ന പ്രഭാഷണങ്ങൾ നടത്തുന്നത് ഏതെങ്കിലും മതത്തിലെ ഒന്നുമല്ലാത്തവരല്ല, ആ മതത്തിന്റെ നേതാക്കൾ. അതിന്റെ ദുരന്തം എത്രയാണ്? നിങ്ങൾക്ക് തലനരച്ചു, ഇനിയൊരു നേതാക്കളെ നിങ്ങൾക്ക് തലനരച്ചു, നിങ്ങളെ നാളുകൾ എണ്ണപ്പെട്ടു എന്ന് വെക്കുക. ഇനിയൊരു തലമുറക്കൂടെ ജീവിക്കണ്ടേ? ഈ ഹിന്ദു മുസ്ലിമീങ്ങൾ അനയിക്കപ്പെട്ടാൽ, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനികൾ അനയിക്കപ്പെട്ടാൽ ഇനി ഇവിടെ ഭ്രാന്താലയല്ലേ? അപ്പൊ മുസ്ലിം നേതാക്കന്മാരുടെ ബാധ്യത എന്താ? ആ ബാധ്യത ഹിന്ദു നേതാക്കൾക്കില്ലേ? ഉണ്ട്, പക്ഷെ അവർ ഭൂരിപക്ഷാണ്. ക്രിസ്ത്യൻ നേതാക്കൾക്കില്ലേ? ഉണ്ട്, പക്ഷെ അവർക്ക് വേറെന്തോ താല്പര്യം ഉണ്ടാവും, എനിക്കറിയില്ല. മുസ്ലിങ്ങൾ എന്നവര് ഇന്ന് നേരെ ചിന്തിക്കുന്നുവെങ്കിൽ ഈ സമുദായ ഐക്യം എന്ന പൊറാട്ട നാടകത്തിന്റെ പിന്നാലെ നടക്കല്ല വേണ്ടത്. അത് കേവലം ഒരു പൊളിറ്റിക്കൽ സ്റ്റണ്ടാണ്. സമുദായം ഏത് കാലത്തും എന്തെന്നെയാണ് ഐക്യത്തിലാ പൊതു അല്ലേ? അല്ലാത്ത നമ്മൾ പിടിച്ചു, അല്ലാത്ത ഒരാൾ ഉണ്ടായിട്ടില്ല. ശരിയാത്ത വിവാദ കാലഘട്ടത്തിൽ ഐക്യത്തിന് വന്നു ചേകനൂര് വരെ. ശരിയാത്ത വിവാദ കാലഘട്ടത്തിൽ എന്താണെങ്കിലും ഐക്യത്തിന് വന്നു. ആരടക്കം ആരടക്കം? ചേകനൂരടക്കം വന്നില്ലേ? അപ്പൊ എന്താണെങ്കിലും ഏത് പ്രശ്നങ്ങളുണ്ടെങ്കിലും മുസ്ലിം സമൂഹം എന്നും ഐക്യത്തിലാണ്, ഇന്നും ഐക്യത്തിലാണ്. ഒരു പൊതു പ്രശ്നം ഉണ്ടായ ഒന്നിച്ചുക്കും. അത് ക്രിസ്ത്യാനികൾ ഒന്നിച്ചുക്കും, ഹിന്ദുക്കൾ ഒന്നിച്ചുക്കും. അത് സമുദായ മനസ്സാണ്. നമ്മളെ പ്രശ്നം അതൊന്നല്ല. ഇതിന്റെ പേരിൽ നമ്മൾ ഐക്യത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐക്യത്തിന് ശ്രമിച്ചുകൊണ്ട് നേതാക്കന്മാർ എത്ര കാലമായി ഇത് ശ്രമിക്കണം? അവനവർക്ക് നിർത്തിക്കൂടെ? ഇതിനപ്പുറം ഐക്യം ഇവിടെ ഉണ്ടാവില്ല. അതിന്റെ അപ്പുറം ഐക്യം ഉണ്ടാകേണ്ട ആവശ്യവും ഇല്ല. സുന്നികൾക്ക് സുന്നികളെ ആദർശം പറയാം, മുജാഹിദിന് ആദർശം പറയാം. ഇന്നത്തെ പൊതു നന്മകളൊന്നും ആരും ഒഴിവാക്കണില്ല. നീ എല്ലാം കൂടി ഒഴിവാക്കിയിട്ട് എല്ലാം ഒരു മദ്രസയിൽ പഠിപ്പിക്കൽ ഉണ്ടാവില്ല. എങ്ങാനും ഒരു മദ്രസയിൽ എല്ലാവരും പഠിപ്പിക്കാൻ തീരുമാനിച്ചാൽ അന്ന് മൂല്യന്മാർ കുട്ടികൾ തമ്മിൽ തച്ച് കൊല്ലും ചെയ്യും. എല്ലാവരും ഒരു ജുമയ്ക്ക് പോയാൽ ആ ജുമയ്ക്ക് അവസാനത്തെ ജുമ, പിന്നെ ഖിയാമത്ത് നാളിൽ ഈ ജുമ ഉണ്ടാവില്ല. സത്യല്ലേ? അവരെ ജുമയ്ക്ക് പോയി, കലക്ടറേറ്റിക്ക് പിക്കറ്റിങ്ങിന് വന്നു. നമ്മളെ ജുമയ്ക്കും പോയി വന്നു. അത് നമ്മൾ യോജിച്ചു. മറ്റൊരു പറഞ്ഞു ഞങ്ങൾ ജുമ കഴിഞ്ഞാൽ തന്നെ ഇറങ്ങും, നിങ്ങൾക്ക് അതൊക്കെ കുറച്ചുണ്ടാവും, നിങ്ങൾ നേരത്തെ തന്നെ തുടങ്ങണം കേട്ടോ. ഞങ്ങൾ തുടങ്ങാം, ഞങ്ങൾക്ക് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇലാഹി ലസ്തുൽ ഫിർദൗസി അതിൽ അതും കൂടി 5 വട്ടം ചൊല്ലിട്ട് ഞങ്ങൾ ഇറങ്ങുള്ളൂ. ആയിക്കോട്ടെ.
ഞാൻ നിങ്ങൾ ബാങ്ക് കൊടുത്താൽ തന്നെ ചുമ്മാ ഞങ്ങളെ മത്സര വിളി അതൊന്നും ഞങ്ങൾക്കില്ല. അപ്പൊ നിങ്ങൾ ഒന്ന് സമയം അഡ്ജസ്റ്റ് ചെയ്യണേ. മത്സരമൊക്കെ പകുതി വിളിച്ചാൽ മതി, 2 ഖുത്ബ ഒന്ന് ചുരുക്കുക, പിന്നെ അതിന്റെ ഔറാദൊക്കെ ലേശം ഒന്ന് ചുരുക്കണേ എന്ന് പറഞ്ഞാൽ ഓരോ നേതാക്കന്മാർ ഇങ്ങോട്ട് പറഞ്ഞു, നമ്മൾ അങ്ങോട്ട് പറഞ്ഞു. ആയിക്കോട്ടെ, നിങ്ങളൊന്ന് താങ്ങിയാൽ മതി, ഞങ്ങളൊന്ന് ചുരുക്കും ചെയ്യാം. 2 കൂട്ടർക്ക് ഇലക്ടോറൽ പിക്കറ്റിങ്ങിന് പോകുക. എന്തിന്? ശരിയത്തിന് ഇന്നാളിന്റെ നിയമത്തിനെതിരെ പുതിയ നിയമം വരാൻ പോകുകയാണ്. ഉണ്ടായിട്ടുണ്ടോ അല്ലേ? അതിവിടെ നീ എന്തിനാ അവിടെ ഐക്യ ശ്രമം? എവിടെ എന്നാ അനയിക്കുള്ളത്? ഇതൊരു നാടകമാണ്. അതൊരു നാടക. അതീന്ന് രാത്രി കുട്ടികൾ ഭക്ഷണം കഴിക്കാതെ ആകുമ്പോൾ ഉമ്മമാര് പറയും, ദാ മുറ്റത്തേക്ക് കുട്ടീനെ കൊണ്ടുവന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. കുട്ടീനെ അങ്ങനെ പിടിച്ച് ഒരു 10 പാത്രം കുടിച്ച്, ദാ വേദന്നോ അപ്പുറത്ത് കോത്താമ്പി ഉണ്ട്, ദാ കോത്താമ്പി വരുന്നുണ്ട്, വേദന്നോട് ഇതാ പായന്റെ ബാക്കിൽ നിന്ന് കാണുന്നത്. ഇതൊരു ഭയപ്പെടുത്തൽ. ഈ ഭയപ്പെടുത്തലിന്റെ പിന്നിൽ ഇവിടെ ഒരു കാര്യം നടത്തണം. എന്ത്? ഇത്രേ ഇതിനൊക്കെ മാന്യുള്ളൂ. സമുദായം ഒരു വിഷയത്തിൽ ഒരു കാര്യത്തിൽ നമ്മൾ ഐക്യത്തിൽ നിന്നിട്ടില്ലെങ്കിൽ മുസ്ലിം അല്ലല്ലോ. ഒരു പൊതുകാര്യത്തിൽ, ഒരു വിഷയത്തിൽ ഒരാൾക്കൊരു ഗൗരവമായി, സമുദായത്തിന്റെ പൊതുവായ കാര്യം ഒരാൾക്കൊരു ഗൗരവമായി തോന്നിയില്ലെങ്കിൽ അവൻ മുസ്ലിങ്ങളിൽ പെട്ടവനല്ലാന്ന് മുത്തുനബി പറഞ്ഞില്ലേ? ഇതിനിവിടെ സുന്നി മുജാഹിദ് ഏത് കാലത്ത് ചോദിച്ചിട്ടില്ലേ? എന്തേ മുജാഹിദ് ആയതുകൊണ്ട് അവരിവിടുത്തെ പൊതുകാര്യത്തിൽ ചോദിച്ചിട്ടില്ലേ? പറ, ചോദിച്ചിട്ടുണ്ടോ? അല്ലേ? ഉണ്ട്. സുന്നികളുണ്ട്, എല്ലാവരും ഉണ്ട്, തബ്ലീഗും ഉണ്ട്, എല്ലാം ഉണ്ട്. അത് ഇങ്ങനെ പുതിയ ഐക്യശ്രമം വേണ്ട. മനസ്സിലായോ? ഇവിടെ ഇപ്പോൾ വേണ്ടത് എന്താ? മറ്റ് സമുദായത്തിലെ ചില നേതാക്കന്മാരെങ്കിലും ദിവസം എത്ര സോഷ്യൽ മീഡിയ പ്രസംഗങ്ങൾ ഇറങ്ങുന്നത് മുസ്ലിങ്ങൾക്കെതിരെ? തിരിച്ചുണ്ടാവും. മുസ്ലിങ്ങൾ ആർക്കെതിരെ? പറയാ, ആർക്കെതിരെ? ക്രിസ്ത്യാനികൾക്കെതിരെ. അത് നടന്നു പോയാൽ നമ്മളെ രാജ്യം എന്താവും? ഞാൻ ഈ കഴിഞ്ഞൊരു പ്രഭാഷണത്തിൽ പറഞ്ഞു, ഭരണകൂടം നിയമം കൊണ്ടുവന്ന് ഇത്തരം പ്രസംഗങ്ങളെ നിരോധിക്കണം. കാരണം ഇത് കൃത്യമായും എന്തിനെതിരാണ്? ഭരണഘടനക്കെതിരാണ്, രാജ്യത്തെ പൊതുനന്മക്കെതിരാണ്. നാനാത്വത്തിൽ ഏകത്വമെന്ന ഇന്ത്യൻ അടിസ്ഥാന സിദ്ധാന്തത്തിനും ഭരണകൂടം നിലനിൽക്കുന്ന അടിത്തറക്കും എതിരാണ്, ഭരണഘടനക്കെതിരാണ്. അല്ലേ? എതിരാണല്ലോ. അപ്പൊ നിയമം കൊണ്ടുവന്ന് ഇതിനെ നിരോധിക്കണം. 1. 2, സമുദായ നേതാക്കന്മാർ പരസ്പരം കൂടിയിരിക്കണം. സുന്നി മുജാഹിദ് കൂടിയിരിക്കേണ്ട ആവശ്യമില്ല. പരിധിയിൽ തന്നെ ഇപ്പൊ എല്ലാവരും സംസാരിക്കണുള്ളൂ. എന്തൊക്കെ പിന്നെ ഇസ്തിഹാസിൻ തവസ്സിലും തീർക്കലും വാദപ്രതിരോധം നടക്കുകയാണെങ്കിലും പൊതുകാര്യങ്ങളിൽ എല്ലാവരും എന്തായിട്ട് കാണും? യോജിപ്പാണ്. ഇപ്പോൾ പ്രശ്നം അതൊന്നല്ല, വർഗീയത വളരെയാണ് നാട്ടില്. അപ്പൊ ഇതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നല്ല പോലെ. ഇതിന്റെ അടിസ്ഥാനം എവിടുന്ന് വന്നു ഈ വർഗീയത? അത് യൂറോപ്പിൽ നിന്ന് വന്നു. ആരാണ് വർഗീയത കൊണ്ടുവന്നത്? യൂറോപ്പ്. ഞാൻ പറഞ്ഞ 20-ാം നൂറ്റാണ്ട് എന്ന നൂറ്റാണ്ട് ചരിത്രത്തിൽ നിന്ന് എടുത്തൊഴിവാക്കിയാൽ കഴിഞ്ഞാൽ മനുഷ്യരാശി അതിന്റെ സുഗമമായ സുന്ദരമായ അനസ്യൂതമായ ഒഴുക്കിൽ ഇനി 1000 കൊല്ലവും മുന്നോട്ട് പോകും. 20-ാം നൂറ്റാണ്ടിനെ ചരിത്രത്തിൽ നിന്ന് എടുത്തൊഴിവാക്കണം. അതൊരു അപകടം പിടിച്ച കാലാണ്. ചരിത്രത്തിൽ ഇങ്ങനെ ഒരു വൃത്തികെട്ട കാലം ഉണ്ടായിട്ടില്ല. നിങ്ങളെല്ലാരും കൂടി തുടങ്ങിക്കോളൂ എനിക്കെതിരെ. അപ്പം ബാപ്പക്കത്തങ്ങൾ പൂക്കോയത്തങ്ങൾ കുറെ തങ്ങന്മാരെ പേരാണ് പറയുക. അങ്ങനെയൊക്കെ ഉണ്ടായില്ലേ? അപ്പൊ വൃത്തികെട്ട നൂറ്റാണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഓലൊക്കെ വൃത്തികെട്ടവരെന്നല്ല. അപ്പൊ യൂറോപ്പിനെ വിമർശിച്ചല്ലോ. യൂറോപ്പിൽ സാലികളില്ലേ? നല്ല നല്ല മനുഷ്യന്മാരില്ലേ? എത്ര 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 നല്ല മനുഷ്യര്, എത്ര നല്ല മനുഷ്യര്, എത്ര എത്ര നല്ല മനുഷ്യർ. ടോൾസ്റ്റോയ്, അതൊക്കെ നല്ല മനുഷ്യന്മാരിൽപ്പെട്ട ഒരാളാണ്. നമുക്കൊരു ഗാന്ധിജി ഉണ്ടെങ്കിൽ ഒരു റഷ്യൻ ഗാന്ധിജിയാണ് ആര്? ലിയോ ടോൾസ്റ്റോയ്. നല്ല മനസ്സാണ് ടോൾസ്റ്റോയുടെ. വാർ ആൻഡ് പീസ് ഒക്കെ എന്താ യൂറോപ്യൻ മനസ്സിനെ നന്നാക്കിയെടുക്കാൻ കഴിയുമെങ്കിൽ അതിനൊക്കെ കഴിയണം. അത്ര നല്ല പുസ്തകമാണ് ഇതൊക്കെ. ടോൾസ്റ്റോയെ പോലെ എത്ര 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 ആളുകൾ, നല്ല നല്ല മനസ്സുള്ള ആളുകൾ, നല്ല മനസ്സുള്ള എത്ര എത്ര ആളുകൾ, എത്ര ചരിത്രത്തിൽ എത്ര എത്ര ആളുകൾ. അപ്പൊ ഞാൻ അവസാനിപ്പിക്കാൻ കിട്ടുന്നില്ല. മാരിദീങ്ങളുടെ ഹൃദയങ്ങളാകുന്ന, മോട്ടുകാട്ടി ഓടുന്ന ഇവരുടെ ഹൃദയങ്ങളാകുന്ന പാറക്കല്ലുകളെ നീ മാർദ്ദവപ്പെടുത്തി തരണമേ. ഒരു കാലത്തും നന്നാവാത്ത പാറക്കല്ലിന്റെ ഹൃദയങ്ങൾ, ഞാൻ പറഞ്ഞത് യൂറോപ്യൻ ഹൃദയങ്ങളാണ്. അവരുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ അത് പൊതുവായി നന്നാക്കാൻ കഴിയുമെന്നുള്ള കാര്യം സംശയമാണ്. അവരാണ് സത്യത്തിൽ ദജ്ജാലിനെയും താലോലിച്ചു കൊണ്ട് നടക്കുന്നത്. അതിനുള്ളിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് എൻ്റെ ചില അന്വേഷണങ്ങളാണ്. അത് ഞാൻ മരിക്കുന്നതിന് മുമ്പ് പുറത്തു വരുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ വളരെ ആഴമുള്ള പഠനങ്ങൾ ഈ വിഷയത്തിൽ വേണ്ടി വരുമെന്നാണ് എൻ്റെ അഭിപ്രായം.